MTPയുടെ ഡ്രോബാക്സ്. സോ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി മൂലം ഉണ്ടാകുന്ന ഡ്രോബാക്സുകൾ എന്തൊക്കെയാണ് നോക്കാം. സോ മെജോറിറ്റി ഓഫ് ദ MTP നമ്മൾ ലീഗലൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞു, പക്ഷേ അതിന് കുറച്ച് ഡ്രോബാക്സുകളുണ്ട്. മെജോറിറ്റി ഓഫ് ദ MTP ഇല്ലീഗലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ പറഞ്ഞിരുന്നു 1/5 ഈ പറഞ്ഞ കൺസീവ്ഡ് പ്രഗ്നൻസിയിൽ ഈ MTP നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി ഓഫ് MTP ഇല്ലീഗലായിട്ടാണ് നടത്തുന്നത്. ആ ഇല്ലീഗലായിട്ട് നടത്തുന്നതും സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ അൺക്വാളിഫൈഡ് ക്വാക്സ്. ഈ ക്വാക്സ് എന്ന് പറഞ്ഞാൽ 17th സെഞ്ച്വറിയിൽ ഡച്ച് വേൾഡിൽ യൂസ് ചെയ്തിരുന്ന ഒരു ടേമാണ് ക്വാക്ക് സ്ലേവ് എന്ന്. അത് ഈ മെഡിസിൻസ് വിൽക്കുന്നവരെയൊക്കെ ഉപയോഗിച്ചിരുന്നൊരു പേരാണ് ആ ക്വാക്സ്. അതായത് മെയിനായിട്ട് ക്വാക്കിൻ്റെ അർത്ഥം പ്രൊഫഷണലി വെല്ലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരുകൾ, ഫ്രോഡായിട്ടുള്ള ആൾക്കാരുകളാണ്. സോ നമ്മൾ വ്യാജ വൈദ്യന്മാർ എന്നൊക്കെ പറയുന്ന ഒരു കാറ്റഗറിയാണ്. സോ പ്രൊഫഷണലി വെൽ നോളജ് ഇല്ലാതെ എന്നാൽ മറ്റുള്ളവരെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ക്വാക്സ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഫീൽഡിൽ അങ്ങനെ കുറേ പേര് വ്യാജന്മാരുള്ളത് കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡോക്ടേഴ്സിൻ്റെ. അതുകൊണ്ട് ക്വാക്സ് ആണ് അൺക്വാളിഫൈഡ് ക്വാക്സ്. സോ പ്രൊഫഷണൽ വെൽ നോളജ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ പറഞ്ഞ മെജോറിറ്റി ഓഫ് ദ MTPസും ഇല്ലീഗലായിട്ട് ചെയ്യുന്നത്. സോ അവർ ചെയ്യുന്നത് വഴി അത് തീർച്ചയായിട്ടും അൺസേഫ് ആണെന്ന് മാത്രമല്ല ഒരു പക്ഷേ ഫേറ്റൽ ടു ഒരു മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ അറിവില്ലാത്തവർ ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കണം? അൺസേഫ് മാത്രമല്ല അത് ഫേറ്റൽ, മരണപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഇനി ഈ പറഞ്ഞ എൻ്റെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, സോ ഇല്ലീഗലായിട്ടാണ് ഇത് നടക്കണേ, അതും അൺക്വാളിഫൈഡ് ക്വാക്സ് ആണ് ഇത് നടത്തുന്നത്, അതുകൊണ്ട് അൺസേഫാണ്, അതുപോലെ ഒരു പക്ഷേ ഫേറ്റലുമാവാം. അടുത്ത ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മിസ്യൂസ് ഓഫ് എംനിയോസെൻറ്റസിസ്. സോ നമ്മൾ പറഞ്ഞതാണ് എംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ സെക്സ് ഓഫ് ദ ബേബീനെ ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന്. സോ എംനിയോസെൻറ്റസിസിനെ മിസ്യൂസ് ചെയ്യുന്നു, അതുവഴി സെക്സ് മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയുന്നു. അതിനെ ഫോളോഡ് ബൈ അടുത്തത് MTP. സോ ഫീമെയിൽ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയിലേക്ക് അത് ലീഡ് ചെയ്യുന്നു. സോ എംനിയോസെൻറ്റസിസ് മിസ്യൂസ് ചെയ്ത് അതിനെ ഫോളോ ചെയ്ത് MTP നടത്തുന്നു, അതൊരു ഡ്രോബാക്കാണ്. മൂന്നാമത്തേത് അങ്ങനെ ചെയ്യുന്നത് നമ്മളിപ്പോൾ MTP ലീഗലൈസ് ചെയ്തെന്ന് പറയുമ്പോൾ സെക്സ് ഓഫ് ബേബി ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അത് ഫീമെയിൽ ഫീറ്റസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനെ MTP ചെയ്യണത് തീർച്ചയായും അതെന്താ അഗെയിൻസ്റ്റ് വാട്ട് ഈസ് ലീഗൽ. നമ്മൾ ലീഗലൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഫീമെയിൽ ഫീറ്റസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം എംനിയോസെൻറ്റസിസ് വഴി അത് ഫീമെയിൽ ഫീറ്റസ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനെ MTP ചെയ്യുന്നത് ടോട്ടലി അഗെയിൻസ്റ്റ് വാട്ട് ഈസ് ലീഗൽ. ലീഗൽ എന്താണോ നമ്മൾ ലീഗലായിട്ട് പറഞ്ഞത് അതിന് ഏറ്റവും ടോട്ടലായിട്ട് അഗെയിൻസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ MTP മാക്സിമം അല്ലെങ്കിൽ ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ പറഞ്ഞ ചില കണ്ടീഷൻസ്, ഈ കണ്ടീഷൻസിൽ മാത്രമേ MTP ചെയ്യാൻ പാടുള്ളതുണ്ടെന്ന് പറഞ്ഞു. അതല്ലാത്ത കേസിലൊക്കെ ഇറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. MTP അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം ഇത് ഡേഞ്ചറസ് റിസ്ക് ആണ് കൊടുക്കുന്നത്. ഒരു ഡേഞ്ചറസ് ആർക്കൊക്കെയാണ്? ഫോർ യങ് മദർ ആൻഡ് ഫീറ്റസ്. യങ് മദറിനും ഫീറ്റസിനും ഒരുപോലെ അപകടകരമായിട്ടുള്ള സിറ്റുവേഷനാണ് ഈ പറഞ്ഞ MTP പ്രൊവൈഡ് ചെയ്യുന്നത്, അൺലെസ് നമ്മൾ പറഞ്ഞ ചില ക്ലോസുകളല്ലാണ്ട്. സോ ഇതൊക്കെയാണ് ഡ്രോബാക്ക്. മെജോറിറ്റി MTPയും ഇല്ലീഗലായിട്ടാണ് നടത്തുന്നത്. അത് നടത്തുന്നത് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാക്സ് ആണെങ്കിൽ അത് അൺസേഫ് ആവുന്നു മാത്രമല്ല ഫേറ്റലായി മാറും. അതുപോലെ എംനിയോസെൻറ്റസിനെ മിസ്യൂസ് ചെയ്ത് അതിനെ MTP ഫോളോ ചെയ്യുമ്പോൾ അതും ഒരു ഡ്രോബാക്കാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ടോട്ടലി എഗെയിൻസ്റ്റ് നമ്മൾ എന്താണോ ലീഗലൈസ് ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഒരുപാട് റിസ്ക് ഫാക്ടർ യങ് മദറിനും ഫീറ്റസിനും അനുഭവിക്കേണ്ടതുണ്ട്. അടുത്തത് നമ്മളിങ്ങനെ MTP നടത്തുന്ന അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ അതിലൂടെ ഫേസ് ചെയ്തവർക്ക് ഇത് വരാതിരിക്കാൻ, ഇനിയൊന്നില്ലാതിരിക്കാൻ അവർക്ക് നമുക്ക് എന്തൊക്കെ റെമഡീസ് പ്രൊവൈഡ് ചെയ്യാം. സോ MTP ഇല്ലാതിരിക്കാനായിട്ട് അതിന് പരിഹാരങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ഇഫക്റ്റീവ് കൗൺസിലിംഗ് കൊടുക്കുക ടു അവോയ്ഡ് അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ്. അൺപ്രൊട്ടക്റ്റഡ് കോയിറ്റസ് ഒഴിവാക്കാൻ വേണ്ടി നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കാം. എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റഡ് കോയിറ്റസ് അല്ലെങ്കിൽ ഇൻ്റർകോഴ്സ് വേണമെന്ന് പറയുന്നത്? ഇല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി MTP ചെയ്യുന്ന വഴി എന്തൊക്കെ റിസ്ക് ഫാക്ടറുകളുണ്ട്, അങ്ങനെ അൺപ്രൊട്ടക്റ്റഡ് സെക്സിൻ്റെ എല്ലാ ഇമ്പാക്റ്റുകളും നന്നായിട്ട് കൗൺസിൽ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്, ഇനിയൊന്നും ഉണ്ടാവാതിരിക്കാൻ. രണ്ടാമത്, അവെയർനെസ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലീഗൽ അബോർഷൻ. ഈ ഇല്ലീഗൽ അബോർഷൻസിൽ ഇതുപോലെ പറഞ്ഞാൽ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള
മെഡിക്കൽ പ്രാക്ടീഷണേഴ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരാണ് ഈ MTP എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞാൽ യങ് മദർ ആണെങ്കിലും ഫീറ്റസ് ആണെങ്കിലും എസ്പെഷ്യലി അഡോളസൻസിലൊക്കെയാണ് അവരുടെ ഒരു നോർമൽ ടൈം പീരീഡിലല്ല ഇങ്ങനെ ഒരു കാര്യം നടത്തേണ്ടതുണ്ടെങ്കിൽ ഒരുപാട് അവരുടെ ഫ്യൂച്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ എല്ലാ ഇല്ലീഗൽ എബോഷൻസിനുള്ള റിസ്ക് ഫാക്ടറെ കുറിച്ച് അവർക്ക് അവെയർനെസ് കൊടുക്കാം. മൂന്നാമതായിട്ട് പ്രൊവൈഡ് മോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഈ MTP കഴിഞ്ഞവർക്ക് റെമഡി ആയിട്ട് നമുക്ക് കൂടുതൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ടു അവോയ്ഡ് അൺഹെൽത്തി ട്രെൻഡ് ഓഫ് ഇല്ലീഗൽ എബോഷൻ. സോ ഇല്ലീഗൽ എബോഷൻസ് വളരെ കാഷ്വലായിട്ട് നടക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഒരു ഹെൽത്തി ട്രെൻഡ് അല്ല, അൺഹെൽത്തി ട്രെൻഡാണ്. സോ അൺഹെൽത്തി ട്രെൻഡ് ഓഫ് ഈ ഇല്ലീഗൽ എബോഷൻസ്, ഇല്ലീഗലായിട്ടുള്ള എബോഷൻസ് നടത്തുന്നത് അൺഹെൽത്തി ട്രെൻഡാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെയാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്? ഈ പറഞ്ഞ ഇല്ലീഗൽ എബോഷൻസിൻ്റെ റിസ്ക് ഫാക്ടറുകളും അവെയർനെസ്സും പറഞ്ഞുകൊണ്ട്, അതുപോലെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ കോയിറ്റസ് ഒഴിവാക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് മാക്സിമം നല്ല ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇതിനൊരു റെമഡി കണ്ടെത്താവുന്നതാണ്.